എന്നാണ് ആദ്യം നിങ്ങളോട് പറയാൻ. ആരാണ് ആ നിലപാട് ആദ്യം വീട്ടിൽ നിന്ന് എടുക്കേണ്ടത്? സയ്യിദുനാ ഹാരിസ വാപ്പയാ. എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, എന്നെക്കാൾ പ്രായം ചെന്നവര്, ഉപദേശിക്കാൻ എനിക്ക് അർഹതയില്ല. നിങ്ങളുടെ പൊന്നുമോനെ പോലെ കണ്ടാൽ മതി. നിങ്ങളുടെ മകന്റെ സമപ്രായക്കാരനാണ് ഞാൻ. സ്നേഹത്തോടുകൂടെ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, ഈ നിലപാട് വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആദ്യം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണോ, വീട് രക്ഷപ്പെടണോ, മക്കള് രക്ഷപ്പെടണോ? ഇന്ന് കുട്ടികളെ കുറിച്ച് ചിന്തയില്ല, മക്കളെ കുറിച്ച് ചിന്തയില്ല, പൊന്നുമക്കളെ കുറിച്ച് വിചാരമില്ല, പൊന്നു പെങ്ങളെ കുറിച്ച് ചിന്തയില്ല. പെൺകുട്ടി പഠിക്കുന്നവളാണ്, ആൺകുട്ടി കറങ്ങാൻ പോയിരിക്കുകയാണ്. തിരുത്താൻ ബാപ്പാക്ക് ധൈര്യമില്ലാത്ത കാലമാണ്. പഠിപ്പിച്ചു തരട്ടെ പ്രിയപ്പെട്ട വാപ്പ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് നടന്ന ഒരു വാപ്പയെ, അത് മരിച്ചാരുമല്ല, നജ്മുദ്ദീൻ അയ്യൂബ് എന്ന് പറയുന്ന ഒരു വാപ്പയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയതാണ്. ഹിജ്റ ജീവിച്ച മഹാനാണ് നജ്മുദ്ദീൻ അയ്യൂബ് എന്ന് പറയുന്ന വാപ്പ. ആ വാപ്പ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അതിന് വിപരീതമായൊരു അത്ഭുതം കാണുകയാണ്. ഇതെന്റെ വകയല്ല, ഇതെന്റെ വകയല്ല പ്രിയപ്പെട്ടവരെ. ഒരു വാപ്പാന്റെ പവറാ ഞാൻ പറയുന്നത്. ബാപ്പ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ വീട്ടിന്റെ അകത്തളത്തിൽ രണ്ടാമത് മാറ്റം കൊണ്ടുവരേണ്ട ഉമ്മ എന്ന ആ പ്രിയപ്പെട്ട ബാപ്പയുടെ പ്രിയപ്പെട്ട ഭാര്യ അകത്തളത്തിൽ നിന്ന് വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ബോധം നൽകട്ടെ. കരഞ്ഞുകൊണ്ട് ആ ഉമ്മച്ചി വരികയാണ്. എന്നിട്ട് പറയാ, ഇന്ന് പുതിയ കാലത്ത് അത് പറയുമ്പോ ഒരു പക്ഷേ ഞാനൊരു പഴഞ്ചനോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിക്കുന്ന മനുഷ്യനോ എന്നൊക്കെ തോന്നിയ മഹാനായ നജ്മുദ്ദീൻ അയ്യൂബ് എന്ന് പറയുന്ന ബാപ്പയോട് പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് പറയാൻ, പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ, ഞാൻ ഇന്ന് നേരം വെളുത്ത് നോക്കുമ്പോ അയലത്തെ വീട്ടില് ഒരു പെൺകുട്ടിയുമായി ഓടി കളിക്കുകയാണ്. 10 വയസ്സുള്ള അയൽക്കാരിയുമായി ഓടി നടക്കുകയാണ്. ഞാനവനെ ശകാരിച്ചിട്ടുണ്ട്. ഞാനവന്റെ കൈ പിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾ വരുന്നത് വരെ പുറത്തു വിട്ടിട്ടില്ല.